ഗുഡ് ഈവനിങ് എവരി വൺ. ക്ലാസ് 9 സ്റ്റേറ്റ് സിലബസിൻ്റെ സോഷ്യൽ സയൻസിൻ്റെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്. അതായത് സ്റ്റോൺ ഏജിൽ നിന്ന് മുന്നോട്ട്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. We saw in our last letter that the chief difference between man and the other animals was the intelligence of man. എന്താ അതിൻ്റെ അർത്ഥം? മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? മനുഷ്യരുടെ ബുദ്ധിശക്തി തന്നെയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ. This intelligence made him clever and stronger than enormous wild animals who would otherwise have destroyed him. ഈ ബുദ്ധിശക്തി ഇല്ലായിരുന്നെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? വലിയ കാട്ടുജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു. The primitive humans had no special weapons to fight his enemies. He could only throw stones at them. ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവയുടെ നേരെ എന്ത് ചെയ്യുമായിരുന്നു? കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. Then he began to make out of stones axes, spears and many other things, including fine stone needles. പിന്നെ അവരെന്ത് ചെയ്തു? പിന്നെ അവർ കല്ലുകൊണ്ട് മഴു, കുന്തം അങ്ങനെയുള്ള ഉപകരണങ്ങളും കല്ലുകൊണ്ടുള്ള സൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു. We saw many of these stone weapons in the South Kensington, London. Museum was also in the Museum of Geneva. അതായത് ഇത്തരത്തിലുള്ള അനേകം ശിലാ ആയുധങ്ങൾ സൗത്ത് കെൻസിങ്ടൺ, ലണ്ടനിലാണ് അത്, കാഴ്ച ബംഗ്ലാവിലും അതുപോലെ ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുന്നുണ്ടായിരുന്നു. ദിസ് എക്സെപ്റ്റ് ഈസ് ടേക്കൺ ഫ്രം ജവഹർലാൽ നെഹ്റൂസ് ലെറ്റർ ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ദിസ് ലെറ്റർ റിഫേഴ്സ് ടു ദ ലൈഫ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. അപ്പോൾ ഇതെന്തായിരുന്നു ഈ ബോക്സിലുണ്ടായിരുന്നത്? ജവഹർലാൽ നെഹ്റുവിൻ്റെ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന കൃതിയിൽ നിന്നുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ മുകളിൽ വായിച്ചത്. അതിലെന്താ പറഞ്ഞിരുന്നത്? ആദിമ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചാണ് ആ കത്തിൽ സൂചന നൽകുന്നത്. What does we say about the kind of tools that we use by humans to protect themselves from wild animals? കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാനായിട്ട് മനുഷ്യർ ഏതു തരം ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാണ് അദ്ദേഹം അവിടെ പറയുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ എന്താ എൻ്റെ ആൻസർ? സ്റ്റോൺ ആക്സ്, സ്പിയേഴ്സ്, സ്റ്റോൺ നീഡിൽ, ഫൈൻ സ്റ്റോൺ നീഡിൽ അല്ലേ, സ്റ്റോൺ വെപ്പൻസ്. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. വാട്ട് കുഡ് ബി ദ പർപ്പസ് ഫോർ വിച്ച് ഹ്യൂമൻസ് ഇൻ ദാറ്റ് പീരീഡ് യൂസ് സച്ച് ടൂൾസ്? അപ്പോൾ ഇത്തരം ഉപകരണങ്ങൾ അക്കാലത്തെ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കായിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടാകുക എന്നാണ് ചോദ്യം. അപ്പോൾ എന്തിനൊക്കെയായിരുന്നു? ഫോർ പ്രൊട്ടക്റ്റിംഗ് ദംസെൽസ് ഫ്രം ആനിമൽസ്, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനായിട്ട്. പിന്നെ എന്തിനാണ്? വേട്ടയ്ക്ക് അല്ലേ, അതുപോലെ ഫോർ ഹണ്ടിങ്. The tools developed for the above mentioned purpose were made of stone in the beginning. അതായത് ഈ ഇപ്പോൾ പറഞ്ഞ ആവശ്യങ്ങൾക്കായി മനുഷ്യൻ നിർമ്മിച്ച ഉപകരണങ്ങൾ തുടക്കത്തിൽ ഈ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കിയവയായിരുന്നു. ലേറ്റർ സ്റ്റോൺ വാസ് റീപ്ലേസ്ഡ് ബൈ മെറ്റൽ. അപ്പം പിൽക്കാലത്ത് എന്ത് പറ്റി? ഈ സ്റ്റോണിൻ്റെ സ്ഥാനത്ത്, കല്ലിൻ്റെ സ്ഥാനത്ത് ലോഹങ്ങൾ കടന്നു വന്നു, മെറ്റൽസ് വന്നു. Archaeologists divide human history into different stages on the basis of the materials used for making tools. അപ്പോൾ എങ്ങനെയാ? മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ ഈ പുരാവസ്തു ഗവേഷകർ എന്ത് ചെയ്തു? മാനവ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളാക്കി തരംതിരിച്ചു. ചാർട്ട് നോക്കിയേ, എന്താണ് സ്റ്റോൺ ഏജ്, മെറ്റൽ ഏജ്. സ്റ്റോൺ ഏജിൽ ഏതൊക്കെ വരും? പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്. അത് കഴിഞ്ഞുള്ള മെറ്റൽ ഏജ്. മെറ്റൽ ഏജിൽ ബ്രോൺസ് ഏജും അയൺ ഏജും ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സ്റ്റോൺ ഏജ് ആണ്. ഹാവ് യു എവർ തോട്ട് വൈ ദ ഫസ്റ്റ് ഫേസ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി വാസ് കോൾഡ് ദ സ്റ്റോൺ ഏജ്? അപ്പോൾ എന്താ അത് ചോദ്യം? മാനവ ചരിത്രത്തിൻ്റെ ആദ്യ ഘട്ടത്തെ ശിലായുഗം എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നാണ് അവിടെ ചോദിക്കുന്നത്. ഹ്യൂമൻസ് യൂസ് സ്റ്റോൺസ് ടു മേക്ക് ടൂൾസ് ആൻഡ് വെപ്പൻസ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അപ്പോൾ എന്തുകൊണ്ടായിരുന്നു അക്കാലത്ത് മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും പ്രധാനമായും നിർമ്മിച്ചിരുന്നത്? എന്തുകൊണ്ടാണ്? കല്ലുകൊണ്ടാണ്. സോ ഹിസ്റ്റോറിയൻസ് ഡിസ്ക്രൈബ് ദിസ് ഫേസ് ആസ് സ്റ്റോൺ ഏജ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്
ചരിത്രകാരന്മാർ ആദ്യഘട്ടത്തെ ശിലായുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. Based on the method used to make stone tools, the Stone Age is divided into 3: Paleolithic, Mesolithic and Neolithic. അതായത് ഈ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ പ്രാചീന ശിലായുഗം, അതായത് എന്താ പാലിയോളിത്തിക്, പിന്നെന്താ മെസോളിത്തിക് മധ്യശിലായുഗം, പിന്നെ നിയോളിത്തിക് നവീന ശിലായുഗം എന്നിങ്ങനെ 3ആയിട്ട് എന്ത് ചെയ്തു, തരംതിരിച്ചു. ഇനി നമുക്കതിൻ്റെ ഓരോന്നിനെയും കുറിച്ച് നോക്കാം. ഫസ്റ്റ് വൺ, പാലിയോളിത്തിക് ഏജ്. ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദ പാലിയോളിത്തിക് ഏജ് ഈസ് ദ യൂസ് ഓഫ് റഫ് അൺപോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. അപ്പോൾ എന്താ, ഈ പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് ഈ പ്രാചീന ശിലായുഗം പാലിയോളിത്തിക് ഏജിൽ ഉപകരണങ്ങളുടെ പ്രധാന സവിശേഷത എന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര റഫാണ്. ദ ടേം പാലിയോളിത്തിക് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ 2 ഗ്രീക്ക് വേർഡ്സ് പാലിയോസ് ഓൾഡ് ആൻഡ് ലിത്തോസ് സ്റ്റോൺ. അതായത് പാലിയോസ് എന്ന് വെച്ചാൽ എന്താണ്, ഓൾഡ് അതായത് പ്രാചീനം, ലിത്തോസ് എന്ന് വെച്ചാൽ ശില, കല്ല് എന്നീ 2 ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് പാലിയോളിത്തിക് എന്ന പദം രൂപം കൊണ്ടത്. ദ മേക്കിംഗ് ഓഫ് ടൂൾസ് ഈസ് റിലേറ്റഡ് ടു ദ മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. ഇത് ഈ ആദിമ മനുഷ്യരുടെ ജീവനോപാധികളുമായി ബന്ധമുള്ളതാണ് ഉപകരണങ്ങളുടെ നിർമ്മാണം. Archaeologists point out that there were 3 main stages in the use of tools. They are given below. ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് ഈ പുരാവസ്തു ഗവേഷകർ ആർക്കിയോളജിസ്റ്റ് ചൂണ്ടിക്കാണിക്കുന്നു. അതിലൊന്നാമത്തെ എന്താണ്, യൂട്ടിലൈസേഷനാണ്. യൂട്ടിലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, പ്രയോജനപ്പെടുത്തൽ. അതായത് എ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഷേപ്പ്. അതായത് നമുക്ക് ലഭ്യമായ കല്ലുകളെ എന്ത് ചെയ്യുക, രൂപമാറ്റം വരുത്താതെ തന്നെ ഉപയോഗിക്കുന്ന രീതിയാണ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത്, അതായത് പ്രയോജനപ്പെടുത്തൽ. രണ്ടാമത്തേത് എന്താണ്, ഫാഷനിങ് ആണ്, അതായത് രൂപമാറ്റം വരുത്തൽ. ദ മെത്തേഡ് ഓഫ് യൂസിങ് അവൈലബിൾ സ്റ്റോൺസ് ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് അക്കോർഡിംഗ് ടു ദ നീഡ്. എന്നാൽ ഈ ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം എന്ത് ചെയ്യണം, രൂപത്തിൽ മാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ഫാഷനൈസിങ്. അടുത്തത് സ്റ്റാൻഡാർഡൈസേഷൻ എന്ന് വെച്ചാൽ ക്രമവൽക്കരിക്കുക. ദ മെത്തേഡ് ഓഫ് മേക്കിംഗ് സ്പെസിഫിക് ടൂൾസ് ഫോർ ഈച്ച് പർപ്പസ്. അതായത് ഓരോ ആവശ്യത്തിനും എന്ത് ചെയ്യുക, പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണത്. The pictures given below are the different tools used by primitive humans during different phases of Paleolithic age. Observe them and list out the features of these tools. അപ്പോൾ എന്താ പറയുന്നത്, പ്രാചീന ശിലായുഗത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ആദിമ മനുഷ്യൻ ഉപയോഗിച്ച വ്യത്യസ്ത ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. അവ നിരീക്ഷിച്ച് ഈ ഉപകരണങ്ങളുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ചിത്രത്തിൽ എന്തൊക്കെയുണ്ട്, പെബിൾ ടൂൾസ് ഉണ്ട്, ബൈഫേസ് കോർ ടൂൾസ് ഉണ്ട്, ഫ്ലേക്ക് ടൂൾസ് ഉണ്ട്. അടുത്തത് കോർ ആൻഡ് ഫ്ലേക്സ്. വെൻ എ പീസ് ഓഫ് സ്റ്റോൺ ഈസ് ബ്രോക്കൺ ഇൻ ടു 2 or more pieces, the largest piece is called the core and the smaller pieces are called flakes. Those made of core stones are called core tools and those made of stone flakes are called flake tools. അതായത് ഒരു കഷ്ണം കല്ലിനെ 2 അതിലധികമോ കഷ്ണങ്ങളായി പൊട്ടിക്കുമ്പോൾ അതിൽ ഏറ്റവും വലിയ കഷ്ണത്തെ എന്താ കോർ എന്നും ചെറിയ കഷ്ണത്തെ ഫ്ലേക്സ് എന്നും വിളിക്കുന്നു. ഈ കോർ സ്റ്റോൺ കൊണ്ട് നിർമ്മിക്കുന്ന അവയെ എന്താണ്, കോർ സ്റ്റോൺ ടൂൾസ് എന്നും വിളിക്കും. അതുപോലെ തന്നെ ഫ്ലേക്സ് കൊണ്ട് നിർമ്മിക്കുന്നവയെ ഫ്ലേക്ക് ടൂൾസ് എന്നും വിളിക്കും. അടുത്ത വീണ്ടും ചിത്രമാണ്, അതിൽ കാണാം ചോപ്പിംഗ് ടൂൾസ് ഉണ്ട്, സ്റ്റോൺ ടൂൾസ് മെയ്ഡ് യൂസിങ് ബ്ലേഡ് ടെക്നിക് ഉണ്ട്. Towards the end of the Paleolithic period, humans used tools made of bones in addition to stone tools. അതായത് ഈ പ്രാചീന ശിലായുഗത്തിൽ എന്താണ്, അതിൻ്റെ അവസാന ഘട്ടത്തിൽ ശിലകൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾക്ക് പുറമെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങളും മനുഷ്യൻ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ചിത്രങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്ത പേജ് നോക്കാം, അതിലും കുറേ ചിത്രങ്ങളുണ്ട്, അല്ല ഓരോന്നായിട്ട് വായിക്കാം. ഷോവേ ഫ്രാൻസ്, പിന്നെ ലാസ്കോസ് ഫ്രാൻസ് രണ്ടാമത്തത്, പിന്നെ ഐവറി സ്കൾപ്ചർ എന്ന് വെച്ചാൽ ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പമാണത്, സറാക്സ് റഷ്യ. പിന്നെ അത് കഴിഞ്ഞിട്ട് കാർഡ് ഫിഗർ ഇൻ കുസാക്ക് ഫ്രാൻസ്, കേവാണ്. അടുത്ത പിക്ചർ കാർവിങ്സ് ഓൺ ബോൺസ് ഫൗണ്ട് ഇൻ ലാ ഗാർമ കേവ് സ്പെയിൻ. അതായത് സ്പെയിനിലെ ലാ ഗാർമ ഗുഹകളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികളുടെ കൊത്തുപണികളാണത്.
ദ പിക്ചേഴ്സ് ഗിവൺ എബോവ് ആർ ദ ആർട്ടിസ്റ്റിക് ക്രിയേഷൻസ് ഓഫ് പ്രിമിറ്റീവ് ഹ്യൂമൻസ്. അതായത് ഈ പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് ഈ മുകളിൽ തന്നിരിക്കുന്നതെല്ലാം നമ്മളിപ്പോൾ നോക്കിയത്. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദീസ് പിക്ചേഴ്സ്? ഈ ചിത്രങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തെല്ലാം മനസ്സിലായി? It is clear from the pictures that various communication techniques such as simple flowing lines, carved images and sculptures were employed during the late Paleolithic period. അതായത് ഈ ലളിതമായ ഒഴുക്കൻ വരകൾ, കോറിയിട്ട ചിത്രങ്ങൾ, ശില്പങ്ങൾ തുടങ്ങിയ വിവിധ മാർഗങ്ങൾ പ്രാചീന ശിലായുഗത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്നതായി ഈ ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. Archaeologists are of the opinion that the depiction of animals, Shawat and Lascaux caves, the carved figure of an animal and a woman, Cossack cave, and the Venus figurine, Sarax, Russia, are related to rituals or beliefs. ഈ മൃഗങ്ങളുടെ ചിത്രീകരണം, ഷോവേ, ലാസ്കോ ഗുഹകൾ, അതുപോലെ മൃഗത്തിൻ്റെയും സ്ത്രീയുടെ ആ ഒരു രൂപം ഏതെങ്കിലും തരത്തിലുള്ള അനുഷ്ഠാനവുമായോ വിശ്വാസവുമായോ ബന്ധമുള്ളതായിട്ട് പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ടായിരുന്നു. The carvings on bone found in La Garma cave in Spain are evidences of human artistic skills of that time. ഈ സ്പെയിനിലെ ലാ ഗാർമ ഗുഹയിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ അക്കാലത്തെ മനുഷ്യരുടെ കലാവിരുതിനെയാണ് തെളിയിക്കുന്നത്. വേരിയസ് കളേഴ്സ് were used to draw the cave paintings. കേവ് പെയിൻറ്റിങ്സ്, അതായത് ഈ ഗുഹാചിത്രങ്ങൾ വരയ്ക്കുന്നതിന് വിവിധ തരം നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദീസ് കളേഴ്സ് വെർ മെയ്ഡ് ബൈ ഗ്രിൻഡിങ് പ്ലാന്റ്സ്, ട്രീ ബാർക്ക് ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് മിക്സിംഗ് വിത്ത് റെഡ് സ്റ്റോൺ പൗഡർ. സച്ച് പിക്ചേഴ്സ് വെർ ഡ്രോൺ ഓൺ ദ ഇന്നർ വാൾസ് ഓഫ് ദ കേവ്സ് വെർ സൺലൈറ്റ് കുഡ് നോട്ട് റീച്ച്. അതായത് ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ഈ ചുടുകട്ട പൊടിയില്ലേ, ചെങ്കൽ പൊടി, അത് ചേർത്ത് നിറങ്ങൾ അങ്ങനെയാണ് അവർ നിറങ്ങളെല്ലാം ഉണ്ടാക്കിയിരുന്നത്. സൂര്യപ്രകാശം എത്താൻ കഴിയാത്ത ഗുഹയുടെ ഉൾഭിത്തികളിലാണ് ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. These stone carvings were made using stone needles and sharp-edged weapons. Paintings can also be seen on the ceilings of the caves. ഈ കല്ലുകൊണ്ടുള്ള സൂചികളും മുനയുള്ള ആയുധങ്ങളും ഉപയോഗിച്ചാണ് ഇത്തരം ചിത്രങ്ങൾ അവർ വരച്ചിരുന്നത്. അതുപോലെ തന്നെ ഈ ഗുഹയിലെ മേൽഭിത്തിയിലും ഈ ചിത്രങ്ങൾ വരച്ചിരുന്നതായിട്ട് കാണാൻ കഴിയുമായിരുന്നു. Such pictures and sculptures are considered to be the evidence of the intellectual and technical skill attained by primitive humans. ഈ പ്രാചീന മനുഷ്യർ ആർജിച്ച വൈജ്ഞാനിക വികാസത്തിൻ്റെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും തെളിവായി ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും കണക്കാക്കപ്പെടുന്നു. ഇനി അടുത്തത്, ലെറ്റ് സി വാട്ട് ഇൻഫോർമേഷൻ കുഡ് ബി ഗാദേർഡ് ഓൺ ഹ്യൂമൻ ലൈഫ് ഫ്രം ദ ടൂൾസ് ആൻഡ് ആർട്ട് ഓഫ് പാലിയോളിത്തിക് ഏജ്. അതായത് ഈ പാലിയോളിത്തിക് ഏജ്, പ്രാചീന ശിലായുഗ കാലത്തെ ഉപകരണങ്ങൾ, കലകൾ എന്നിവയിൽ നിന്ന് മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത്, യൂസ്ഡ് റഫ് സ്റ്റോൺ ടൂൾസ്, അതായത് ഈ പരുക്കൻ കല്ല് ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നു അവർ. ലീവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസ്, ഗുഹകളിലും തുറന്ന സ്ഥലങ്ങളിലുമാണ് അവർ ജീവിച്ചിരുന്നത്. ഹണ്ടിങ് ആൻഡ് ഗ്യാദറിങ് വേർ ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അതായത് വേട്ടയാടൽ, പിന്നെ ശേഖരണം എന്നിവ ആയിരുന്നു അവരുടെ ഉപജീവന മാർഗങ്ങൾ. ബാൻഡ്സ് വേർ ദ ബേസിക് യൂണിറ്റ്സ് ഓഫ് സൊസൈറ്റി. ഇതെല്ലാം പാലിയോളിത്തിക് ഏജിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ബാൻഡുകൾ, അതായത് ഈ പറ്റങ്ങളായിട്ട് അവരുടെ സമൂഹത്തിൽ, അതായിരുന്നു അവരുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം, അതായിരുന്നു. Men were engaged in hunting and women in gathering. അപ്പോൾ പുരുഷന്മാർ വേട്ടയാടുന്നതിലും സ്ത്രീകൾ ശേഖരണത്തിലും ഏർപ്പെട്ടിരുന്നു. ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്, ഭക്ഷണം എന്താണ് സംഭരിച്ചു വെച്ചിരുന്നില്ല അവർ. നൊമാഡിക് ലൈഫ് പ്രിവെയിൽഡ്, അതായത് നാടോടി ജീവിതമാണ് അന്ന് നിലനിന്നിരുന്നത്. ബാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാൻഡ്സ് ആർ സ്മോൾ ഗ്രൂപ്സ് ഓഫ് ഫ്യൂവർ ദാൻ 100 members. ബാൻഡ് മെമ്പേഴ്സ് വെർ ബോണ്ട് ബൈ ബ്ലഡ് റിലേഷൻ, അതായത് ഈ 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ചെറു സമൂഹത്തെയാണ് ഈ ബാൻഡുകൾ, പറ്റമായിട്ട് നടക്കും അങ്ങനെ ഉള്ള എന്ന് പറയുന്നത്. അതായത് ഈ രക്തബന്ധമാണ് ബാൻഡിലെ അംഗങ്ങളെ പരസ്പരം ബന്ധിച്ചിരുന്നത്. അതായത് ഈ രക്തബന്ധം ഉള്ളവരാണ് ഇങ്ങനെ ഒരുമിച്ച് നടക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.